മരുമകൻ ഗൗതം കാർത്തിക്കിനെ പറ്റിയിട്ട് നല്ല പയ്യനാണ്. ജം ഓഫ് എ മാൻ. ഭയങ്കര അവൻ്റെതായ കാഴ്ചപ്പാടും അവൻ്റെതായ കെട്ടുറപ്പും അവന്റെ ഒക്കെ ഉണ്ട്. നല്ല മനുഷ്യനാണ്. എന്തായാലും അവൾക്ക് അവനെ കിട്ടിയത് അവളുടെ ഭാഗ്യം. കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് ഇടുന്നത്, ഭർത്താവുമായിട്ടുള്ള ഫോട്ടോസും പോസ്റ്റും ഒക്കെ ഇടുന്നത് കാണാറുണ്ട് അച്ഛൻ? ഞാൻ കാണാറില്ല. കാണാറില്ല. സോഷ്യൽ മീഡിയയിലുണ്ടോ സാറ്? ഞാനില്ല. ഇല്ല. ഇങ്ങനെ കൊറേ പോസ്റ്റ് ഒക്കെ ഇടാറുണ്ട് മഞ്ജിമ, ഇങ്ങനെ ഭർത്താവായിട്ടുള്ള പിക്സും കാര്യങ്ങളും. ഞാൻ കണ്ടിട്ട് ഇടയ്ക്ക് വളർത്താലേക്ക് കാണും. പിന്നെ ഞാൻ വിട്ടു. അതായി അവരുടെ കല്യാണം നല്ല രസകരമായിരുന്നു. എല്ലാവരും ഭയങ്കര സിംപ്ലിസിറ്റിയിൽ ചെയ്ത ഒരു കല്യാണമായിരുന്നു. കാരണം ഇന്ന് നടക്കുന്ന സെലിബ്രിറ്റി വിവാഹം വെച്ച് നോക്കുമ്പോൾ മഞ്ജിമയുടെ കല്യാണം കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. ഒത്തിരി ചർച്ചകൾ പോയ ഒരു ഇതായിരുന്നു മഞ്ജിമയുടെ കല്യാണം ഒക്കെ. അപ്പം സാർ എങ്ങനെയായിരുന്നു ആ ദിവസമൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു മഞ്ജിമയുടെ കല്യാണം? എനിക്ക് ഒരാളെ ഇഷ്ടമാണ്, ഞാൻ കല്യാണം കഴിക്കട്ടെ ചോദിച്ചാൽ വേണ്ടാന്ന് പറഞ്ഞാലും കഴിക്കും. പിന്നെ കൂടുതൽ പറയണം, ഞാൻ മുന്നേ കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അത്ര എളുപ്പമായിരുന്നു. ഞാനും വൈഫും കൂടെ ചെന്നൈക്ക് പോയി. അവിടെ എല്ലാം അവരെന്നെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ ചെലവൊന്നും ഇല്ലായിരുന്നു. പോയാൽ മാത്രം. ആ സ്വാതന്ത്ര്യം സാർ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളില്ലേ, അവരുടെ രീതികളുണ്ട്. അത് അവരെ നമ്മൾ പിടിച്ചു കെട്ടാൻ പറ്റില്ലല്ലോ. അതെ. ഇപ്പം മഞ്ജിമയ്ക്ക് തന്നെ സാർ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ ഇപ്പം ഒബ്വിയസ്ലി സാർ എന്തെങ്കിലും കരിയർ അഡ്വൈസസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആദ്യമൊക്കെ കൊടുക്കുമായിരുന്നു, ഇനിയിപ്പോ കൊടുത്തിട്ട് കാര്യമില്ല. അവളെ ഇഷ്ടപ്പെട്ട കാര്യമുള്ളൂ. സാർ വീട്ടിലെങ്ങനെയാണ്? ഇതുപോലെ തന്നെയാണോ? ഇങ്ങനെ ഓപ്പൺ ആയിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കും? നമ്മൾ എപ്പോഴും വഴക്കും ഇടിയും കുത്തും ഇതേമാതിരി കാര്യങ്ങൾ പറയുകയൊക്കെ. എന്റെ വൈഫ് ഭയങ്കര ലവിങ് വൈഫാണ്. ഞാൻ എന്ത് പറഞ്ഞാലും സമ്മതിക്കും. പക്ഷെ അവൾക്ക് അവളുടേതായ കാഴ്ചപ്പാട് വേറെ ഉണ്ട്. ഓക്കെ. ഞാൻ വിചാരിച്ച സാറ് ചിലപ്പോ കുറച്ചൊന്നും ഇതായിട്ടായിരിക്കും സംസാരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ പറയത്തില്ലേ പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേനും ഞാൻ കുറച്ചൊന്ന് ടെൻഷനിലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലുള്ളവർ സംസാരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഒബ്വിയസ്ലി മക്കൾക്കാണെങ്കിൽ ആ ഒരു ഫ്രീഡം ഒബ്വിയസ്ലി സാറിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അവരങ്ങനെ എന്റെ അടുത്ത് വന്ന് സംസാരിക്കാറൊന്നുമില്ല. അവർക്ക് അവരുടെ കാഴ്ചപ്പാട്, എനിക്ക് എന്റെ കാഴ്ചപ്പാട്. അങ്ങനെ ഈ പഴയ കാലഘട്ടത്തിലുള്ള ഒത്തിരി നടന്മാർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്നില്ല. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തിലകൻ സാറ്, നെടുമുടി വേണു, സുകുമാരി അമ്മ, കലാഭവൻ മണി, KPS ലളിത, അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര ആർട്ടിസ്റ്റ് ഇന്നില്ല. ഇന്ന് നിലവിലുള്ള ഏത് ആർട്ടിസ്റ്റിന്റെ ചോദിച്ചാലും അവർ ആ ഒരു വേർഡിനെ പറ്റി പറയാറുണ്ട്. ഇന്ന് പല ആർട്ടിസ്റ്റും ഇല്ല. ഇന്ന് പല സെറ്റുകളിലും പോകുമ്പോൾ തന്നെ ആ ഒരു കുറവ് ഫീൽ ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ സാറിന് എങ്ങനെയാണ് ആ പഴയ ആർട്ടിസ്റ്റുകളുടെ ഒരു ഓർമ്മ? അങ്ങനത്തെ ആർട്ടിസ്റ്റുകൾ ഇല്ല. ഇപ്പൊ പഴയ മാതിരി ആർട്ടിസ്റ്റുകൾ ഇല്ലല്ലോ. ഇപ്പൊ എന്റെ കാലഘട്ടത്തിൽ തിലകൻ ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശങ്കരാടി, നെടുമുടി വേണു, ഇവരൊന്നും ഇല്ല. ഇവരെല്ലാം മറഞ്ഞു പോയി. യവനിക്കകത്ത് മറഞ്ഞു ഞാൻ പറയുവാണെങ്കിൽ. അവരില്ലാതെന്ന് വെച്ചാൽ അവരൊരു മിസ്സിങ് ഭയങ്കരമാണ്. ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാം എനിക്ക് തോന്നുന്നത് കുറെ കൂടെയൊക്കെ എല്ലാം കരുതിക്കൂട്ടിയാണ്. ഇയാൾ നമ്മൾ വളരെ സൂക്ഷിച്ച് പെരുമാറണം, അങ്ങനെ ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് എനിക്ക് എത്രത്തോളം. പക്ഷെ എൻ്റെ അടുത്ത് അങ്ങനെ, കാരണം ഞാനിപ്പോ പതുക്കെ ഞാനും കുറഞ്ഞു വരികയാണ്. കുറെ കഴിയുമ്പോൾ എനിക്കും ഇല്ലാതാവും, ഞാനും അങ്ങനെ മരിച്ചു പോവുമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ തന്നെ എല്ലാം നല്ല ആർട്ടിസ്റ്റുകളും നല്ല മനുഷ്യന്മാരുമായിരുന്നു. അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ നല്ല മനുഷ്യന്മാരോ ഇന്ന് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സാറിന് ഇത്രയും വർഷത്തെ ജീവിതാനുഭവത്തിൽ സാർ തിരിഞ്ഞു നോക്കുമ്പോൾ കരിയറിൽ സാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ സാറിന് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നത്, അതായത് സാറിന് ചിലപ്പോൾ കിട്ടിയ ഒരു അംഗീകാരമായിരിക്കാം, നിങ്ങൾ ഒരു അപ്രിസിയേഷൻ ആയിരിക്കാം, സാർ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ ഇന്നും സൂക്ഷിച്ചു വെക്കുന്ന ഒരു മൊമെന്റ് സാറിന്റെ ലൈഫിൽ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഏതായിരിക്കും? അത് ഒന്നിൽ കൂടുതലുണ്ട്. ഞാന് മധുവമ്പാട്ടാണ് എന്റെ ഗുരു മധുവമ്പാട്ട്. ഞാൻ മധുവിന്റെ കൂടെ ഒരു ഇംഗ്ലീഷ് പടം ചെയ്യാൻ പോയി. അതിൽ ഹീറോയിൻ എന്ന് പറഞ്ഞത് ലോകത്തിലെ സുന്ദരിയിലുള്ള ഒരാളാണ്. ആരാന്ന് പറയാൻ പറ്റുമോ? ഐശ്വര്യ റായ്. അതിനപ്പുറം ഒരു സുന്ദരി ഇല്ല. ഞാൻ ആ പടം കുടുങ്ങിപ്പോയതാണ്. കാരണം വെച്ചാല് ഞാൻ ഇവരെ തന്നെ നോക്കിയിരിക്കുക ഈ അവസാനം. ക്യാമറ നോക്കലോ, ഞാൻ ക്യാമറ ഓപ്പറേറ്റർ ആയിരുന്നു. മധുവാണ് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. അന്ന് അങ്ങനെയുണ്ട്, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി, ക്യാമറ ഓപ്പറേറ്റർ, ലൈറ്റിംഗ് ക്യാമറാമാൻ, അങ്ങനെ പലരുണ്ട്. ഞാൻ ഓപ്പറേറ്റർ ക്യാമറാമാനാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇവരായിരുന്നു. കാരണം അവരെ നോക്കിയിരിക്കും ഞാൻ. കാരണം അത്രയും സുന്ദരിയായിരുന്നു അവർ, അത്രയും നല്ല സ്വഭാവമായിരുന്നു അവർ. ഇത്രയും നല്ല ഒരു ഞാൻ പറഞ്ഞ ബ്ലസ്ഡ്. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ ബ്ലസ്ഡ്. അതേതായിരുന്നു ആ മൂവി?
ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്, പക്ഷെ അത് അങ്ങോട്ട് കയറി വരുന്നില്ല. വരുന്നില്ല, കുഴപ്പമില്ല. അന്നത്തെ സിനിമ സെറ്റ് ഒക്കെ എങ്ങനെയായിരുന്നു? അതായത് നിങ്ങൾ ടൈം പാസ് ഒക്കെ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് ഇപ്പൊ ഒത്തിരി സമയം ഇന്നിപ്പോ എല്ലാവർക്കും ഫോണുണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തർ അവരവരുടെ അല്ല, അന്ന് കാരവൻ, ഈ കാരവൻ എന്നുള്ള സംഭവം അന്നില്ല. ഇല്ല. ഇപ്പൊ ഞങ്ങളൊക്കെ തന്നെ ഉണ്ട്, ഒരു മരത്തിന്റെ ചോട്ടിലായിരിക്കും, എല്ലാം കൂടെ ചേരിട്ടൊരു വട്ടത്തിലിരുന്ന് സംസാരിക്കും, ചായ കുടിക്കും, ഭക്ഷണം കഴിക്കുന്നത് അവിടെ ഇരുന്നിട്ടൊക്കെയാണ്. അപ്പൊ പറയാനുള്ളതൊക്കെ അവിടെ ഇരുന്ന് പറയും. അല്ലാതെ ഇത് ഒളിച്ചു വെച്ച് പറയലോ അല്ലെങ്കിൽ ഇപ്പോഴാണ് ഒക്കെ മൊബൈൽ നോക്കിയിട്ട് അങ്ങനത്തെ ഒരു ഒളിവും മറവൊന്നും ഇല്ല. അന്ന് എല്ലാം ഓപ്പണാണ്, എല്ലാവരും ഓപ്പണാണ്, എല്ലാ കാര്യങ്ങളും ഓപ്പണാണ്. അതേപോലെ ഇന്നിപ്പോ സിനിമാ സെറ്റുകളിൽ നടക്കുന്ന നല്ലതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങളാണ് വരുന്നത്. പക്ഷെ നിങ്ങളെപ്പോലുള്ള പഴയ കാലഘട്ടത്തിൽ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്കൊക്കെ പറയാൻ ഒത്തിരി കഥകളുണ്ട്, നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂസ് ഒക്കെ ഹിറ്റ് ആവുന്നതിന്റെ മെയിൻ റീസൺ തന്നെ പഴയ കാലഘട്ടത്തിലെ ഓർമ്മകൾ പറയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണ് അത് കേൾക്കാനായിട്ട്. ഇപ്പൊ സാർ ഇപ്പം ലാലേട്ടനെ പറ്റിയിട്ട് ഇന്നൊരു മൂവിയിൽ എക്സ്പീരിയൻസ് പറയുന്നു, ആൾക്കാർക്ക് ഇഷ്ടമാണ് അത് കേൾക്കാം. പക്ഷെ ഇന്നൊരു സിനിമാ സെറ്റിലെ കാര്യം വന്ന ഒരാൾക്ക് പറയാൻ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് ആൾക്കാർക്ക് പറയാനുള്ളത്. ഇപ്പൊ കുറച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അല്ല, ഇന്ന് കുറച്ചുകൂടെ ആൾക്കാർ ഓപ്പൺ ആയി. ഇപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാര് പ്രത്യേകിച്ച് ഓപ്പണായി. ഇപ്പൊ നമ്മളടുത്തൊക്കെ സംസാരിക്കുമ്പോൾ, ഇപ്പൊ നമ്മളെ അടുത്തൊക്കെ സംസാരിക്കുന്ന അവർക്കൊരു മടിയുണ്ട്, ഇയാളുടെ അടുത്ത് എങ്ങനെ ഇതൊക്കെ പറയുന്നുള്ളത്. പക്ഷെ പണ്ടത്തെ കാലഘട്ടത്തിൽ അതില്ല, ഞങ്ങളെല്ലാം ഓപ്പണായിരുന്നു. ചെറിയായാലും ശരി, നല്ലതായാലും ശരി ഒക്കെ. സത്യനായാലും ശ്രീനിവാസനായാലും ഒക്കെ. നെടുമുടി വേണു എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. വേണുവിന്റെ അടുത്തൊക്കെ ഞങ്ങള്, കാരണം വേണുവിന് ആദ്യം ഒരു നടനാവണ മുമ്പ് തന്നെ എനിക്കറിയാം ഇവിടെ തിരുവനന്തപുരത്ത്. അതേമാതിരി ഒന്നും ആർട്ടിസ്റ്റുകളൊന്നും ഈ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട് ഈ സുരക്ഷയിൽ ഇത്രയും വീഴ്ച വരുന്നത്? കാരണം അങ്ങനെ നോക്കുകയാണെങ്കിൽ പഴയ കാലഘട്ടത്തിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാം. എന്ന് വെച്ചാൽ ഒരു സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. അന്ന് അങ്ങനെ ഇല്ലായിരുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും, പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ച് കൂടുതലാണ്. ഇത്രയും ടെക്നോളജി ഉണ്ടായിട്ട് പോലും പ്രശ്നങ്ങൾ ആൾക്കാർ ഫേസ് ചെയ്യുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ അത് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും. അതെന്താ അറിയോ, അന്ന് ഒളിവില്ല, ഇന്ന് ഒരുപാട് ഒളിവുണ്ട്. പറയണതും ഉണ്ടായിരിക്കുക ആൾക്കാര്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ അയാളടുത്ത് പറയണം അല്ലെങ്കിൽ പറയണ്ട എന്ന് പറയുന്ന മാതിരി, അതൊക്കെയാണ് എന്റെ കാര്യം. സാർ എങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് വന്നത്? തൃശ്ശൂരാണ് സ്ഥലം എന്ന് പറഞ്ഞു, പിന്നെ എങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരുന്നത്? മനുഷ്യന്മാർക്ക് ഓരോ അബദ്ധങ്ങൾ ഓരോ സമയത്ത് സംഭവിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഇവിടെ വരണം, ഞാൻ സത്യം പറയാം, അതായത് എനിക്ക് തിരുവനന്തപുരം അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം തൃശ്ശൂരാണ്. ഞാൻ ജനിച്ചു വളർന്നത് തൃശ്ശൂരാണ്. അവിടെയാണ് എന്റെ അച്ഛനും അമ്മയും ഒക്കെ. അവിടെയായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. കല്യാണം കഴിച്ചു, ഞാൻ വൈഫായി. പിന്നെ എന്റെ അച്ഛനും അമ്മയും പെട്ടെന്ന് മരിച്ചപ്പോ ഞാൻ ചേച്ചി ഇവിടെയായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് എത്തിയത്.